എല്ലാവർക്കും ഒരിക്കൽ കൂടി ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന വിഭവം എന്ന് പറയുന്നത് ചെമ്മീൻ റോസ്റ്റ് ആണ്. ഇതിനു മുമ്പ് ഞാൻ ചെമ്മീൻ കൊണ്ട് ചെമ്മീൻ തവ ടിക്ക ഫ്രൈ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അതും കാണുക. അതും നല്ലൊരു സ്റ്റാർട്ടറാണ്. ഇത് 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉപ്പിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീനാണിത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയതായ സാധനങ്ങൾ 2 സവോള വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 6 വെളുത്തുള്ളിയും കൂടെ ചതയ്ക്കണം. ഇത് ചെറുതാണെങ്കിൽ നിങ്ങൾ ഒരു കൂടം എടുത്തു. ഇതിപ്പോൾ ഇവിടെ കിട്ടുന്ന വെളുത്തുള്ളി വലുതായതുകൊണ്ട് ഞാൻ അത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ 2 തക്കാളിക്ക വേണം. ഇത് ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു തക്കാളി വലുതെടുത്താൽ മതി. പിന്നെ ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നീളത്തിൽ കീറിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും വേണം. മസാല ഞാൻ കറി വെക്കുന്ന സമയത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് രുചികരമായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നമുക്ക് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുകയാണ്. കറിവേപ്പില. ഇഞ്ചിയിലും വെളുത്തുള്ളിയിലും പച്ചമുളക് മാറിയതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഞാനിത് ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇച്ചിരി എരിവുള്ള ചെമ്മീൻ റോസ്റ്റാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സവാള വഴണ്ടിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് തക്കാളി ചേർക്കാൻ പോവാണ്. തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഞാൻ പ്രോൺസ് ഇട്ട് കൊടുക്കുവാണ്. ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുവാണ് ഈ പ്രോൺസ് ഒന്ന് വേവാനായിട്ട്. ഇത് അടച്ച് വെച്ചിട്ട് അത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇടുവാണ്. ഒന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇടാം. തിളച്ചിട്ടുണ്ട്. നമുക്ക് ഒരു മീഡിയം തീയിലിട്ടിട്ട് നമുക്ക് ആദ്യം പ്രോൺസ് ഒന്ന് വേവിക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇതിപ്പോൾ ഏകദേശം പ്രോൺസ് വേവാറായിട്ടുണ്ട്. പ്രോൺസ് വെന്തതിന് ശേഷം നമുക്ക് മസാലയെല്ലാം ഇടണം. ഇത് ഫുൾ പറ്റിച്ചെടുക്കണ്ട, കുറച്ച് വെള്ളം വേണം. തിളച്ചതിന് ശേഷം നിങ്ങളൊരു മീഡിയം തീ വേണം ഇട്ടിട്ട് പ്രോൺസ് വേവിക്കാനായിട്ട്. ഇപ്പം നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് ഞാൻ ഒരു വട്ടം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് അധികം അടുക്കി പിടിക്കത്തില്ല. കട്ടിയുള്ള പാത്രത്തിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. തീ ലോ ഫ്ലെയിമിലാക്കുക. മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിലാക്കുക. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇത് കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ. കുരുമുളക് 1/2 ടീസ്പൂൺ. മല്ലിപ്പൊടി 2 ടീസ്പൂൺ. മീറ്റ് മസാല 1 ടീസ്പൂൺ ചേർക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഈ മസാല നന്നായിട്ട് വഴറ്റണം. മുളക് പൊടി അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഇതിപ്പം ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടാണ് ചേർക്കുന്നത്. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് അപ്പോഴത്തേക്കാകുമ്പോഴാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഒരു 3, 4, 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ വളരെ ലോ ഫ്ലെയിമിൽ ഇടുക. ഞാൻ കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം ഇട്ടപ്പോൾ മൊത്തത്തിൽ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ വളരെ നല്ല കോമ്പിനേഷനാണ് ചെമ്മീൻ റോസ്റ്റ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഇത് വളരെ നല്ല ടേസ്റ്റാണ്. ഇത് ഇരുന്ന് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്കും മസാലയൊക്കെ പിടിച്ച് കൂട്ടുന്ന സമയമാകുമ്പോഴത്തേക്ക് വളരെ നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിന് ഉപ്പുണ്ട്, നല്ല എരിവുണ്ട്. എരിവ് അത്രയും വേണ്ടാത്തവർ എരിവ് നിങ്ങളുടെ അനുസരിച്ച് ഇടുക. ഞാൻ 4 പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, കുരുമുളക് പൊടി. മസാല മൂത്തൊരു ബ്രൗൺ കളറാകണം. അപ്പോൾ അതാണ് എൻ്റെ പാകം. ഈ പ്രോൺസ് കറി വെച്ച് വരുമ്പോഴത്തേക്ക് ഒന്നും കാണത്തില്ല. ഇപ്പോൾ ഞാൻ 2, 3, 4 മിനിറ്റായി തീയൊക്കെ ഓഫ് ചെയ്തിരിക്കുകയാണ്. നല്ല നാടൻ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു ഡോണ കിച്ചൻ റെസിപ്പി ആവുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.